ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ള ഉത്സവങ്ങളുണ്ട്. അതിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. അഭിമാനത്തോടുകൂടി തന്നെ തൃശ്ശൂർക്കാര് അല്ലെങ്കിൽ കേരളീയര് കൊണ്ടാടുന്നതാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൂരമാണ് അല്ലെങ്കിൽ ഒരു ഉത്സവമാണ്. നമ്മൾ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ്. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും എന്താണ് അപകടങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുമ്പോൾ അനുഭവ സമ്പത്തിന്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു ഘടകത്തിന്റെ പോരായ്മയും അവിടെ കാണുന്നുണ്ട്. എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ രാത്രി 1 മണിക്ക് ശേഷം ഒരു പ്രത്യേക നിബന്ധനകൾ വന്നു എന്ന് പറയുമ്പോൾ അത് വെടിക്കെട്ടിന് മുന്നോടിയായിട്ടുള്ള, അതായത് 2 മണി 3 മണി ആകുമ്പോഴാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നത്. വെടിക്കെട്ടിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ ആയിരിക്കാം. പിന്നെ ഇത് ഇന്നലെ ആരംഭം മുതൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൂരത്തിലുണ്ടായിരുന്നു. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വാഹനങ്ങൾ കടന്നുപോയി അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു കയറി എന്ന ഉള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മേൽശാന്തിയുടെ വടക്കുന്നാഥിലെ മേൽശാന്തിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭം മുതലേ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതായിരുന്നു. അപ്പോ ഇത് അതായത് എന്താണ് വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇത്തരം ഒരു ഉത്സവത്തിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി, എന്തെങ്കിലും ഒരു അപകടാവസ്ഥ വന്നാൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ആൾക്കൂട്ടമാണ്. കാരണം കേരളത്തിലെ ഇത്രമാത്രം ആളുകൾ കൂടുന്ന ഒരു ഉത്സവം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു 10-15 വർഷത്തിലധികം അവിടെ ഉത്സവം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, പൂരത്തിന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ അനുഭവത്തില് അനുഭവ സമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് പണ്ട് മുതൽ തീരുമാനമെടുക്കുകയും മുൻകാലങ്ങളെ എന്താണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നോക്കി അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒന്ന് പറയട്ടെ, ഈ പൂരത്തിനോട് ബന്ധപ്പെട്ട്, അതായത് പാർലമെന്റ് ഇലക്ഷൻ, പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ആ പൊതു തെരഞ്ഞെടുപ്പിനോട് മുൻപായി പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ജില്ല വിട്ട് അല്ലെങ്കിൽ ആ മാതൃജില്ലയിൽ നിന്ന് മാറ്റി വന്ന് പുതിയ ആൾക്കാർ ഇവിടെ വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ ഒരു അപാകത സംഭവിച്ചു എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ സാധിക്കില്ല. കാരണം അതിനു കൂടിയുള്ള മുന്നൊരുക്കം ഉയർന്ന ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു പൂരമാണ്. അതീവ ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പോലീസ് എന്തുകൊണ്ടാണ് പോലീസും ഈ പാറമേക്കാവും അതുപോലെ തന്നെ തിരുവാമ്പാടിയും, ഈ 2 ദേവസ്വങ്ങളാണ് അവിടെ ഉത്സവം ഗംഭീരമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായി നടത്തുന്നത്. വെടിക്കെട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്. ഇത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ പണ്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഞാൻ തൃശ്ശൂർ ടൗൺ SI ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ കാലഘട്ടം തൊട്ടേ എനിക്ക് അതുമായിട്ട് പരിചിതമാണ്. ഞാൻ ഈ ഉത്സവവും ഈ പൂരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൂരത്തിന്റെ കാര്യങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയുകയാണ്. ഇത് ആരംഭം മുതല് ഇവര് പോലീസും ദേവസ്വത്തിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളും മാത്രമല്ല, അത് കളക്ടറുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കോർപ്പറേഷനുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെ PWD ഉണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളും കൂടെ ചേർന്ന് ചെയ്യേണ്ട, ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ഒരു വലിയ ഉത്സവമാണിത്. ഒരാളുടെയും അല്ല. അതിപ്പം ദേവസ്വത്തിന്റെ ആളുകളാണ് ഇന്ന് നടത്തിപ്പ് എങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് അതിനകത്ത് ക്രമസമാധാന ചുമതല മാത്രമേ ഉള്ളൂ. അവരത് ഭംഗിയായിട്ട് ഉത്സവം നടത്തേണ്ട ബാധ്യത ഉത്സവ കമ്മിറ്റിക്കാരുടേതാണ്. അവരത് ഭംഗിയായിട്ട് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്.